ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റ് സമ്മേളന നടപടികൾ പുരോഗമിക്കുന്നു. രാജ്യസഭയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ധവളപത്രത്തിന്മേൽ ചർച്ച. റോസ്ഗാർ മേളയുടെ 12ാം ഘട്ടം തിങ്കളാഴ്ച. തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ നിയമന ഉത്തരവ് കൈമാറും. വയനാട് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മരണം. പ്രദേശവാസികളുടെ പ്രതിഷേധം തുടരുന്നു. സംഭവം അതീവ ഗൌരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. മലപ്പുറം നെടുങ്കയത്ത് വിദ്യാർത്ഥിനികൾ മുങ്ങിമരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോട് നിർദ്ദേശിച്ച് മന്ത്രി വി ശിവൻകുട്ടി. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാളിനെയും മോഹൻ ബഗാൻ ഹൈദരാബാദിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റ് സമ്മേളനത്തിൽ നടപടികൾ പുരോഗമിക്കുന്നു. രാജ്യസഭയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ധവളപത്രത്തിന്മേൽ ചർച്ച നടക്കുകയാണ്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണവും പ്രാണപ്രതിഷ്ഠയും ലോക്സഭ ചർച്ചയ്ക്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വികസിത് ഭാരത് വികസിത് ഗുജറാത്ത് പരിപാടിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്കും മറ്റ് ഭവന പദ്ധതികൾക്കും കീഴിൽ ഗുജറാത്തിലുടനീളം നിർമ്മിച്ച 1.3 ലക്ഷത്തിലധികം വീടുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. ഗുജറാത്തിലെ എല്ലാ ജില്ലകളിലുമായി 180-ലധികം കേന്ദ്രങ്ങളിൽ പരിപാടി സംഘടിപ്പിക്കും. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ 2ാം ഘട്ട പര്യടനം തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ. തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച ചെങ്കോട്ടുകോണം, കരിമം എന്നിവിടങ്ങളിൽ യാത്രാ പര്യടനം നടത്തും. ജില്ലയിലെ 2ാം ഘട്ട പര്യടനം ഈ മാസം 23 വരെ തുടരും. എറണാകുളത്തും പര്യടനം തിങ്കളാഴ്ച തുടരും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം നൽകുന്നതിന് ആവിഷ്കരിച്ച റോസ്ഗാർ മേളയുടെ 12ാം ഘട്ടം തിങ്കളാഴ്ച നടക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി സംവദിക്കും. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ നിയമന ഉത്തരവുകൾ കൈമാറും. രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം യുവാക്കളുടെ ശാക്തീകരണവും ലക്ഷ്യമിട്ടാണ് റോസ്ഗാർ മേള സംഘടിപ്പിക്കുന്നത്. നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരം ആറ്റിങ്ങൽ CSI ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തൊഴിൽ മേള സംഘടിപ്പിക്കും. ഏകദേശം 3000-ലധികം തൊഴിലവസരങ്ങൾ മേളയിലൂടെ ലഭ്യമാക്കും. മേളയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പദ്ധതികളായ പ്രധാനമന്ത്രി സ്വനിധി, പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന, പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, മുദ്ര യോജന എന്നിവയെ സംബന്ധിച്ചുള്ള സെമിനാറുകളും നടക്കും. വയനാട്ടിൽ മാനന്തവാടി പടമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ജീവഹാനി. ചാലിഗദ്ധ പനച്ചിയിൽ ട്രാക്ടർ ഡ്രൈവറായ അജിയാണ് കൊല്ലപ്പെട്ടത്. കാട്ടാന ജനവാസ മേഖലയിൽ തുടരുന്ന സാഹചര്യത്തിൽ കുറുക്കൻമൂല, കുറുവ, കാടൻകുള്ളി, പയ്യമ്പള്ളി എന്നിവിടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സംഭവത്തിൽ പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായ സംഭവം ഗൌരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ജനകീയ പ്രതിഷേധങ്ങളെ ജനങ്ങളുടെ സ്വാഭാവിക പ്രതികരണമായാണ് കാണുന്നത്. ഉദ്യോഗസ്ഥരുമായി സാഹചര്യം വിലയിരുത്തുമെന്നും ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വയനാട് തിരുനെല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർക്ക് പരിക്ക്. തോൽപ്പെട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെ താൽക്കാലിക വാച്ചറിനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി അരണപ്പാറ പള്ളിമുക്കിന് സമീപം വനമേഖലയോട് ചേർന്നാണ് സംഭവം അറിയിച്ചിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മെഡിക്കൽ കോളേജിൽ എത്താൻ വൈകിയത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കി. മലപ്പുറം നെടുങ്കയത്തെ വിദ്യാർത്ഥിനികൾ മുങ്ങിമരിച്ച സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി വി ശിവൻകുട്ടി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. കൽപ്പകഞ്ചേരി കല്ലിങ്കൽ പറമ്പ് MSMHSS-ലെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡഡ് വിദ്യാർത്ഥികളാണ് മരിച്ചത്. ഇത് സംബന്ധിച്ച് വകുപ്പ് തല റിപ്പോർട്ട് സമർപ്പിക്കാൻ മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കും മന്ത്രി നിർദ്ദേശം നൽകി. സാധ്യമായ എല്ലാ സഹായങ്ങളും കുട്ടികളുടെ കുടുംബത്തിന് നൽകുമെന്നും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്.
സാംസ്കാരിക വകുപ്പിന്റെ സമം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 5ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് എറണാകുളത്ത് തുടക്കമാകും. മേളയുടെ ഉദ്ഘാടനം നടി ഉർവശി നിർവഹിക്കും. ദ ഗ്രീൻ ബോർഡർ ആണ് ഉദ്ഘാടന ചിത്രം. സവിത സംഗീത തിയേറ്ററുകളിലായാണ് ഈ മാസം 13 വരെ മേള സംഘടിപ്പിക്കുന്നത്. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. ദക്ഷിണാഫ്രിക്കയിലെ ബെനോനിയിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. രണ്ടാം സെമിയിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് ഓസ്ട്രേലിയ ഫൈനലിൽ എത്തിയത്. ആദ്യ സെമിയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകുന്നേരം 5 മണിക്ക് ഗുവാഹട്ടിയിൽ നടക്കുന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ മോഹൻ ബഗാനും ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടും. FIH പുരുഷ ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യൻ സംഘം ഇന്ന് സ്പെയിനിനെ നേരിടും. വൈകുന്നേരം 7:30 ഭുവനേശ്വറിലെ കലിംഗ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ ടീമിനെ നയിക്കുക. ഇന്ന് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ അയർലൻഡ് നെതർലൻഡ്സുമായി ഏറ്റുമുട്ടും. പത്തനംതിട്ട ജില്ലയിൽ വേനൽച്ചൂട് ഇനിയും കനക്കുമെന്ന് മുന്നറിയിപ്പ്. വേനൽച്ചൂടിന്റെ കാഠിന്യം കൂടി വരുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ജില്ലയുടെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ചൂട് കൂടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും രാവിലെ 11 മുതൽ 3 വരെയുള്ള സമയം നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും സൂര്യതാപം, സൂര്യാഘാതം, മറ്റ് പകർച്ചവ്യാധികൾ എന്നിവയ്ക്കെതിരെ ജാഗ്രത വേണമെന്നും ജില്ലാ ദുരന്ത നിവാരണ വകുപ്പും ജില്ലാ ആരോഗ്യ വകുപ്പും നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഒരാഴ്ചയായി ജില്ലയിലെ ശരാശരി ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചില സ്ഥലങ്ങളിൽ ശരാശരി താപനിലയേക്കാൾ കൂടുതൽ ചൂടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. ചില സ്ഥലങ്ങളിൽ 10 മുതൽ 20 ദിവസങ്ങളിൽ ഒരിക്കൽ മാത്രമാണ് വാട്ടർ അതോറിറ്റി ജലവിതരണം നടത്തുന്നത്. ഇതിനാൽ വലിയ വില നൽകി കുടിവെള്ളം വാങ്ങുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നുണ്ട്. നദികളിൽ വസ്ത്രങ്ങൾ കഴുകാനെത്തുന്നവരുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. അപകടകരമായ കുഴികളും മറ്റുമുള്ളതിനാൽ മുൻപരിചയമില്ലാത്തവർ അപകടത്തിൽപ്പെടാൻ സാധ്യതയും കൂടുതലാണ്. ലോക സമാധാന ഉച്ചകോടിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തു. വിവിധ മതമേലധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രമേയഗാനം ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ K സുധാകരൻ MPയും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും. വൈകിട്ട് കളക്ടറേറ്റ് മൈതാനിയിൽ നടക്കുന്ന സമ്മേളനം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് കരുവള്ളൂരിൽ ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ സമരാഗ്നി ജാഥയെ സ്വീകരിക്കും. മട്ടന്നൂർ ടൌണിലാണ് ജില്ലയിലെ ആദ്യത്തെ സമ്മേളനം. NDA സംസ്ഥാന ചെയർമാൻ K സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ന് പര്യടനം നടത്തും. ശ്രീ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അടിയന്തരാവസ്ഥ കാലത്തെ സമരപോരാളി PG വേലായുധൻ നായരെ അമ്പലപ്പുഴയിലെ വസതിയിലെത്തി അദ്ദേഹം സന്ദർശിച്ചു. തുടർന്ന് ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി V ദിനകരനെയും സന്ദർശിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾ മുൻനിരയിലാണെന്ന് മന്ത്രി R ബിന്ദു. തൃശൂർ നടവരമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭൌതിക സൗകര്യ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സ്റ്റേജിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത അക്കാദമിക വർഷാരംഭത്തിൽ സ്കൂളിന് പുതിയ ബസ് നൽകും. എല്ലാ മേഖലകളിലും മികച്ച വിജയം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കാനുള്ള എല്ലാ പിന്തുണയും സർക്കാർ നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ നോർക്ക റൂട്ട്സ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റേഷനായി പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 21 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ നടക്കുന്ന അറ്റസ്റ്റേഷനിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് അവസരം ലഭിക്കുക. www.norcaroots.org എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. അന്നേ ദിവസം നോർക്ക റൂട്ട്സിന്റെ തിരുവനന്തപുരം സെന്ററിൽ അറ്റസ്റ്റേഷൻ ഉണ്ടായിരിക്കുന്നതല്ലെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റ് സമ്മേളന നടപടികൾ പുരോഗമിക്കുന്നു. രാജ്യസഭയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ധവളപത്രത്തിന്മേൽ ചർച്ച. റോസ്ഗാർ മേളയുടെ 12ാം ഘട്ടം തിങ്കളാഴ്ച. തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി L മുരുകൻ നിയമന ഉത്തരവ് കൈമാറും. വയനാട് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മരണം. പ്രദേശവാസികളുടെ പ്രതിഷേധം തുടരുന്നു. സംഭവം അതീവ ഗൌരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മലപ്പുറം നെടുങ്കയത്ത് വിദ്യാർത്ഥിനികൾ മുങ്ങിമരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോട് നിർദ്ദേശിച്ച് മന്ത്രി V ശിവൻകുട്ടി. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാളിനെയും മോഹൻ ബഗാൻ ഹൈദരാബാദിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.